ഫ്രണ്ട്സ് NHPCയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റൈപ്പൻറ്റും പിന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നും ഇല്ല, അപേക്ഷ ഫീസും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ദെൻ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ് NHPC ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 1 ഇയറിലേക്കാണ് വിളിച്ചിരിക്കുന്നതിലും അത് 2 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വൈസ് വാക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കാണാം ഇതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ്, അതിൽ നിങ്ങളുടെ ഓരോരോ വാക്കൻസീസ് ഇവിടെ കാണാം കേട്ടോ. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, HR എക്സിക്യൂട്ടീവ്, ഫൈനാൻസ് എക്സിക്യൂട്ടീവ്, CSR, ലോ എക്സിക്യൂട്ടീവ്, PR എക്സിക്യൂട്ടീവ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു വാക്കൻസി. ഞാൻ റീഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൂടെ നോക്കിയാൽ മതി. then അതുപോലെ ITI അപ്രൻറ്റീസ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അതുപോലെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, മെക്കാനിക്കൽ, സ്റ്റെനോഗ്രാഫർ, ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ, അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ 107 വാക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റീജിയണൽ ഓഫീസ് അത് എവിടെയാണെന്ന് വെച്ചാൽ ഹരിയാനയിലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ റീജിയണൽ ഓഫീസിൽ നിങ്ങൾക്ക് ITI അപ്രൻറ്റീസ്, ഇലക്ട്രീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അങ്ങനെയാണ് 7 വാക്കൻസി അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രദേശത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്, അഡ്രസ്സ്. പിന്നെ അടുത്ത 3ാമത്തെ യൂണിറ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അവിടെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ ഡിപ്ലോമയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ റീഡ് ചെയ്യണം തോന്നുന്നില്ല, കാരണം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് ഡിപ്ലോമ. അപ്പോൾ അതിൽ ടോട്ടൽ 15 വാക്കൻസിയാണ്. പിന്നെ 4ാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പേരും യൂണിറ്റും ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കട്ടോ, കാരണം കുറേ റിപ്പീറ്റേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയാത്തത്. വെൽഡർ, ഇപ്പോൾ ITI അപ്രൻറ്റീസ് ആണെങ്കിൽ വെൽഡർ, മെഷീനിസ്റ്റ്, അങ്ങനെ കുറേ വിവിധ ട്രേഡുകൾ ഉണ്ട് കേട്ടോ. അതുപോലെ 5ാമത്തെ യൂണിറ്റിൽ ഏതൊക്കെയാണ് ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ITI ഉണ്ട്. ഓക്കെ, ദെൻ 6ാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗ്രാജുവേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്ലോമ ഉണ്ട്, അതുപോലെ ITI ഉണ്ട്. ഓക്കെ, അതിൽ 14 വേക്കൻസി ടോട്ടൽ. പിന്നെ 7ാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പ് ഉണ്ട്, ITI അപ്രൻറ്റീഷിപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് 14 വേക്കൻസി ഉണ്ട്. പിന്നെ 8ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രാജുവേറ്റ്, പിന്നെ ഡിപ്ലോമ, ദെൻ ITI, 3 കാറ്റഗറി ഉണ്ട്, 24 വേക്കൻസി അതിലുണ്ട്. ദെൻ 9ാമത്തെ യൂണിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം യൂണിറ്റിലേക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള സംശയമൊക്കെ ഉണ്ടാകും, അതെല്ലാം വീഡിയോയിൽ ക്ലിയർ ചെയ്യും, നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ 9ാമത്തിൽ ഗ്രാജുവേറ്റ് ഉണ്ട്, ITI ഉണ്ട്, അതുപോലെ ഗ്രാജുവേറ്റ് ITI മാത്രമുള്ളൂ അതിൽ കേട്ടോ, 8 വേക്കൻസി. 10ാമത്തേൽ നിങ്ങൾക്ക് കാണാം ITI മാത്രം, ITI അപ്രൻറ്റീഷിപ്പ് വാക്കൻസി മാത്രമേ ഉള്ളൂ, 16 വേക്കൻസി. പിന്നെ 11ാമത്തേത് നിങ്ങൾക്ക് കാണാം ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ITI ഉണ്ട് കേട്ടോ, 20 വേക്കൻസി. 12ാമത്തെ യൂണിറ്റ് നിങ്ങൾ കാണാം ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ITI ഉണ്ട് കേട്ടോ, 6 വേക്കൻസി. പിന്നെ 13ാമത്തേൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ്, ഡിപ്ലോമ 3 കാറ്റഗറി ഉണ്ട് കേട്ടോ, ITI ഉണ്ട്, 7 വേക്കൻസി. പിന്നെ 14ാമത്തെ നിങ്ങൾക്ക് കാണാം ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ITI ഉണ്ട്, 50 വേക്കൻസി. നിങ്ങൾക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാൽ കേട്ടോ, നിങ്ങളുടെ ഏതെങ്കിലും ട്രേഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ക്വാളിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദെൻ 15ാമത്തേത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ITI ഉണ്ട്, 13 വേക്കൻസി. ദെൻ 16ാമത്തെ യൂണിറ്റും കൂടെ കാണാം ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ITI ഉണ്ട് കേട്ടോ. ദെൻ അതിൽ 25 വേക്കൻസി തന്നെ വരുന്നുണ്ട്. പിന്നെ 17ാമത്തെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ്, അതുപോലെ ഡിപ്ലോമ, അതുപോലെ ITI, 10 വേക്കൻസി അതിൽ. പിന്നെ 18ാമത്തെ നിങ്ങൾക്ക് കാണാം ഗ്രാജുവേറ്റ്, അതുപോലെ ഡിപ്ലോമ, അതുപോലെ ITI, 11 വേക്കൻസി ടോട്ടൽ. 19ാമത്തെ യൂണിറ്റ് ഇവിടെ കാണാം ITI മാത്രം വേക്കൻസി ഉള്ളൂ, 17 വേക്കൻസി കേട്ടോ, ITI കഴിഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്. ജസ്റ്റ് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ ട്രേഡിൽ ഏത് യൂണിറ്റിലാണ് കൂടുതൽ വേക്കൻസി, നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും സ്റ്റേറ്റും അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഏരിയയാണ് ഇഷ്ടം എന്നൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മന്ത്ലി സ്റ്റൈപ്പൻറ്റുമാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രാജുവേറ്റ് സിവിൽ അപ്രൻറ്റീഷിപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് BE, BTech അല്ലെങ്കിൽ BSc ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 15,000 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BE or BTech, BSc എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇനി ഗ്രാജുവേറ്റ് മെക്കാനിക്കലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ 15,000 മന്ത്ലി സ്റ്റൈപ്പൻഡ്. പിന്നെ നിങ്ങൾക്ക് റൂം അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. മെക്കാനിക്കലിൽ നിങ്ങൾക്ക് BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഗ്രാജുവേറ്റ് ENTC ആണെങ്കിൽ നിങ്ങൾക്ക് ENTC എഞ്ചിനീയറിംഗിൽ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ITയിൽ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ 15,000 സ്റ്റൈപ്പൻഡ്. HR എക്സിക്യൂട്ടീവ് ആണെങ്കിൽ MBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫൈനാൻസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ സ്റ്റൈപ്പൻഡ് 15,000 കിട്ടും കേട്ടോ. ഇനി അടുത്ത CSR എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, അത് ഈ പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കണം. അതായത് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ CSR അല്ലെങ്കിൽ അതിനിക്കലൻ്റ് ഉള്ള ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 15,000 പെർ മന്ത്. ലോ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് LLB കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇൻറ്റഗ്രേറ്റഡ് 5 വർഷം നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, 15,000 സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. PR എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, അതിൽ ഈ പറയുന്ന സബ്ജക്റ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം.
15,000 ഇതിൻ്റെ സ്റ്റൈപ്പൻഡ്. രാജ്ഭാഷ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് MA ഹിന്ദി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇനി MA ഇംഗ്ലീഷ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഹിന്ദിയിൽ നല്ല നോളജ് ഉള്ളവരാണെങ്കിൽ കേട്ടോ. ഓക്കെ, 15,000 സ്റ്റൈപ്പൻഡ്. ഇനി നഴ്സിംഗ് അസിസ്റ്റൻറ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 15,000 സ്റ്റൈപ്പൻഡ്. ദെൻ ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റ്, ഇതിലേക്ക് നിങ്ങൾക്ക് BPT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 15,000 സ്റ്റൈപ്പൻഡ്. അടുത്തത് സേഫ്റ്റി അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് PG ഡിപ്ലോമ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ PG ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, 15,000 സ്റ്റൈപ്പൻഡ്. ഡിപ്ലോമ സിവിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 13,500 സ്റ്റൈപ്പൻഡ് വരെ കേട്ടോ. ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിനൊക്കെ 13,500 വരുന്നത്. ഗ്രാജുവേഷൻ അപ്രൻറ്റീഷിപ്പിന് ഡിഗ്രി അപ്രൻറ്റീഷിപ്പിന് കൊടുക്കുന്നത് 15,000. പിന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിൽ ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ENTC ഉണ്ട്, ENTC എഞ്ചിനീയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. നഴ്സിംഗ് ഉണ്ട്, നഴ്സിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ലബോറട്ടറി ടെക്നോളജി ഉണ്ട്, നിങ്ങൾക്ക് MLT ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫാർമസി ഉണ്ട്, ഫാർമസി ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഹോസ്പിറ്റാലിറ്റി ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ സേഫ്റ്റി ഉണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി 25 മുതൽ ഇതുവരെയാണ് നമുക്ക് ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിൻ്റെ വേക്കൻസി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്തത് ഇലക്ട്രീഷ്യൻ, ഈ 25ാമത് സീരിയൽ നമ്പറും കൂടെ കാണാം. 25 മുതൽ നമുക്ക് വരുന്നത് ITI ക്വാളിഫിക്കേഷനാണ്, അതായത് ITI അപ്രൻറ്റീഷിപ്പിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കണം, അതായത് ട്രേഡിൽ, അതായത് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഇലക്ട്രീഷ്യനിലേക്ക് അപ്ലൈ ചെയ്യാം. 12,000 സ്റ്റൈപ്പൻ ഉണ്ടായിരിക്കും കേട്ടോ ITIൻ്റെ. പിന്നെ പ്ലംബറിലേക്ക് നിങ്ങൾക്ക് പ്ലംബറിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ സർവേറിൽ നിങ്ങൾക്ക് സർവേറിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫിറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെഷീനിസ്റ്റ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. വെൽഡറിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കാർപ്പൻറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ കഴിഞ്ഞവർക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഉണ്ട്, മെക്കാനിക്കലിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ ഉണ്ട്, ഹെൽത്ത് ആൻഡ് സാനിറ്ററിയിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ITI കഴിഞ്ഞവർക്ക് 12,000 പെർ മന്ത് സ്റ്റൈപ്പൻറ്റും, ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് 15,000 പെർ മന്ത് സ്റ്റൈപ്പൻറ്റും, ഡിഗ്രി അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 15,000 പെർ മന്ത് സ്റ്റൈപ്പൻറ്റായിട്ടാണ് ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബെനിഫിഷ്യൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന രീതിയിലാണ്. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 4,000 നിങ്ങൾക്ക് പെർ മന്ത് ഈ ഗവൺമെൻറ് ഡയറക്റ്റ് നമുക്ക് നാറ്റ് സ്കീം വഴി നമുക്ക് ലഭിക്കുന്നതാണ്, നമുക്ക് ഗവൺമെൻറ് തരുന്ന എമൗണ്ട് ആണത്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 4,500 നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഓക്കെ, കമ്പനി തരുന്നതല്ല ഈ എമൗണ്ട്, നമുക്ക് ഗവൺമെൻറ് ഡയറക്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആണെന്ന്. അങ്ങനെ നിങ്ങളുടെ ബാങ്കിൽ അത് ക്രെഡിറ്റ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ മുൻപ് ഏതൊരു വീഡിയോയിൽ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇനിയിപ്പോൾ നമ്മളത് ഒരുപാട് ലെങ്ത്ത് കൂടും, നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ എന്ത് ചെയ്യാം, അത് പിൻ ചെയ്ത് വെക്കട്ടെ കമൻറ്റിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എനേബിൾ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അക്ഷയയിലൊക്കെ പോയാൽ അത് ചെക്ക് ചെയ്യുക, അവർ പറഞ്ഞു തരും ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറിന് അതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ അത് നോക്കേണ്ടി വരും. നമുക്ക് തന്നെ അത് ഓൺലൈൻ നോക്കാൻ പറ്റുന്ന രീതിയൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തപ്പിയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫണ്ട് ക്രെഡിറ്റ് ആവുള്ളൂ. പിന്നെ നിങ്ങൾ ഫൈനൽ ഇയറിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ചെയ്ത് കഴിഞ്ഞവരോ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊന്നും ഇതിലേക്ക് എലിജിബിൾ അല്ല കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, 30 മാക്സിമം. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി 1 ഇയറിലേക്കാണ് അത് ട്രെയിനിങ് നടക്കുന്നതെങ്കിലും മാക്സിമം അത് 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് മേ ബി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ അവരുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർഡ് ആയിട്ടുള്ള ബാച്ചിലർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ട്രെയിനിങ് പ്ലേസിൽ അപ്രൻറ്റീഷിപ്പ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട അടുത്ത് തന്നെ നമുക്ക് ഒരു അക്കോമഡേഷൻ ഉണ്ടാവും. ഇനി അക്കോമഡേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ അഡീഷണൽ പേയ്മെൻ്റ് ആയിട്ട് 2,500 പെർ മന്ത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അക്കോമഡേഷന് പുറം അക്കോമഡേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് റൂം റെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് 2,500 നമുക്ക് ലഭിക്കും. എക്സ്ട്രാ ആണ് നമ്മൾ ഈ പറഞ്ഞ എമൗണ്ട് കൂടാതെ നമുക്ക്, അപ്പോൾ നമ്മൾ സ്റ്റൈപ്പൻ്റ് എമൗണ്ട് അല്ല, അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ കിട്ടും. റൂം കിട്ടിയാൽ ഈ എമൗണ്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഓക്കെ, പിന്നെ വർക്കിംഗ് ഹവറും ലീവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒന്നിലധികം യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല. ഏതെങ്കിലും ഒരു റീജിയൻ, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നിലധികം പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒന്നിലധികം യൂണിറ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകും, പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് അവരുടെ മെയിൽ കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് മെയിൽ ചെയ്ത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് ആണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യാതൊരുവിധ ഇൻ്റർവ്യൂയോ മറ്റ് എക്സാമുകളോ ഒന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വ്യക്തമായിട്ട് അതിൻ്റെ വെയിറ്റേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ടോട്ടൽ 100 മാർക്കാണ് വരിക. അപ്പോൾ ഡിഗ്രി ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ ആ ഒരു സ്കോർ 20% അതിന് വെയിറ്റേജ് കൊടുക്കും. പിന്നെ +2 അതല്ലെങ്കിൽ ഡിപ്ലോമ അതിനൊരു 20% കൊടുക്കും. ഇനി ഒരു വിദ്യാർത്ഥി +2 ഡിപ്ലോമയും കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അതിലേതും ഹയർ ഏതാണെന്ന് വെച്ചാൽ അതാണ് പരിഗണിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PG ഇതിൽ ഏതാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ അതിന് 60% വെയിറ്റേജ് കൊടുക്കും. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിനെ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് 100ൻ്റെ ഉള്ളിൽ നമുക്കൊരു നമ്പർ കിട്ടും. അപ്പോൾ അത് നമുക്ക് മേ ബി 80 ആയിരിക്കാം, 85 ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കോറിനനുസരിച്ച്. അപ്പോൾ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്കുണ്ട്, +2 അത്യാവശ്യം മാർക്കുണ്ട്, ഡിഗ്രിയിൽ അത്യാവശ്യം മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ആകാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്ന് സാരം. വേറെ മറ്റു ക്രൈറ്റീരിയ ഒന്നുമില്ല. പിന്നെ ഡിപ്ലോമ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 10ാം ക്ലാസ്സിന് 30% വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിലെ മാർക്കിന്. ഡിപ്ലോമയ്ക്ക് 70% വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 100. ITI ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്ക് 10ാം ക്ലാസ്സിൽ 30% വെയിറ്റേജ്, ITIൻ്റെ മാർക്കിന് 70% വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഇൻ സെലക്ഷൻ ആണ്. ഒരു ചെറിയ മുൻഗണന ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കാരണം ഇതിലേക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ എക്സാമിനോ ഒരുപാട് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെൻറ്ററിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സെലക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും. സെലക്ട് ആയാൽ പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ നമുക്ക് നമ്മളതിൽ സെലക്ട് ആണ്, പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. പക്ഷേ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. പ്രിഫറൻസ് ആ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് പ്രൊജക്റ്റ് അഫക്റ്റഡ് ഫാമിലീസിനാണ്. അപ്പോൾ അതായത് ഈ പ്രൊജക്റ്റ് അഫക്റ്റഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ പവർ സ്റ്റേഷൻ യൂണിറ്റ് പ്രൊജക്റ്റ് ഇതൊക്കെ നിലവിൽ വന്ന സമയത്ത് അത് ഇപ്പോൾ സ്വന്തം വീട് നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ലാൻഡ് നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ളവർക്ക് എന്തുണ്ടായിരിക്കും ഫസ്റ്റ് മുൻഗണന കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ എത്രത്തോളം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ക്വാളിഫൈഡ് ആയിരിക്കണം, വെറുതെ കൊടുക്കാൻ പറ്റില്ല, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ ഫില്ലായിട്ടില്ലെങ്കിൽ പിന്നീട് കൊടുക്കുക. ആ പ്രൊജക്റ്റ് അഫക്റ്റഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്ന ആളുകളെ പരിഗണിക്കും. അതും ഫില്ലായിട്ടില്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ, അതായത് ഇതിൻ്റെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് അല്ലെങ്കിൽ പവർ സ്റ്റേഷനുള്ള സ്റ്റേറ്റിലുള്ളവരെ ആദ്യം പരിഗണിക്കും. അതും ഫില്ലായിട്ടില്ലെങ്കിൽ ബാക്കി വരുന്ന വേക്കൻസി എന്ത് ചെയ്യും, അതർ സ്റ്റേറ്റിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ ലാസ്റ്റ് പരിഗണന ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ എക്സാമിന് പോവുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിലവും വരുന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോവുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. ഓക്കെ ആണെങ്കിൽ അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2 ഉണ്ട് അപ്ലിക്കേഷൻ പ്രോസസ്സിൽ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക, GeoCL Eduland. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിൻ്റെ താല്പര്യം ജോയിൻ ചെയ്തോളൂ. അതായത് ഇതിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലെ ജോബ്സ്, അതുപോലെ വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ എയർപോർട്ട് ജോബ്സ്, ഇൻറ്റേൺഷിപ്പ്, അപ്രൻറ്റീഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ അപ്ഡേഷനും അതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യം ജോയിൻ ചെയ്തോളൂ. പിന്നെ എക്സാം ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകളൊക്കെ Amazon, Flipkart എന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ലിങ്കുകളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതെടുക്ക് നോക്കിക്കോളൂ. അപ്പോൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സ്, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ്, ഇതിലൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ NHPC അപ്രന്റീഷിപ്പ് റിക്രൂട്ട്മെന്റ് ആയിട്ട് കാണാം. ഇപ്പോൾ ഇതിവിടെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് വരും. ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ NHPC അപ്രന്റീഷിപ്പ് എന്നുള്ളതിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, ഇതിലൊക്കെ ഫോളോ ചെയ്യുക നിങ്ങൾ. അപ്പോൾ വാട്സപ്പ് അതുപോലെ ഇതിലൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻ കാര്യങ്ങൾ കിട്ടും. ഇൻസ്റ്റ എല്ലാം ഫോളോ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ട്, ഇതിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഈ ഒരു പേജിലേക്കാണ് വരിക. ഓക്കെ, ഇത് NHPCയുടെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷന് നേരെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കാം. ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ താഴോട്ട് നിങ്ങൾ വരിക. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട ഭാഗമുണ്ട്, താഴോട്ട് ജസ്റ്റ് നിൽക്കാം. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്താൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് നടന്നിട്ട് വരും. അപ്പോൾ അവിടെ സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യേണ്ട, നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യം സ്റ്റെപ്പ് 1 ഇത് അവിടെ കാണാൻ. നിങ്ങൾക്ക് ITI സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ലിങ്ക് ഇത് അവിടെ നാപ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നാപ്സ് എന്ന് അടിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ തരാത്തത്, ഇവർ തന്നെ ഇതിൽ ഡയറക്റ്റ് ലിങ്കാണ്, ഇത് ലിങ്കാണ്, ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല.
ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരെ നമ്മൾ നാപ്സിൽ കയറുക. ITI കഴിഞ്ഞവരാണെങ്കിൽ ITI ചെയ്ത ഓൾറെഡി എന്താണ് ഇതിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്റ്റർ ചെയ്യാത്ത ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ഇതിൽ എന്ത് ചെയ്യുക, ഏറ്റവും കോർണറിൽ ലോഗിൻ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക, കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് ITI സ്റ്റുഡൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ITIയുടെ റോൾ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈൻ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന NHPCയുടെ വെബ്സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 1 ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഗ്രാജുവേറ്റ് അതുപോലെ ഡിഗ്രി അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ പറയുന്ന ഏതെങ്കിലും അപ്രൻറ്റീഷിപ്പിലേക്കാണ്, അത് ഡിപ്ലോമ കഴിഞ്ഞവരോ ഡിഗ്രി കഴിഞ്ഞവരോ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ NATS നാറ്റ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നാറ്റ്സിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത്, അത് ലിങ്കാണ് PDF-ൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ആകുമ്പോൾ നമ്മുടെ നാറ്റ്സ് ഓപ്പൺ ആവും. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നാറ്റ്സ് എന്നുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി ഗൂഗിളിൽ. ഓക്കെ, അപ്പോൾ നാറ്റ്സ് 2 ആണോ എന്നുള്ള നോക്കണം. ഇതിൻ്റെ ഓൾഡ് വെബ്സൈറ്റ് ഉണ്ട്, ഇവിടെ കാണാം, നിങ്ങൾക്ക് 2 എന്നുള്ളത് കാണാം. നാറ്റ്സ് 2 എന്നുള്ള നമ്പർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താം. എന്നതിന് ശേഷം നിങ്ങളുടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ കാണാം, നിങ്ങൾക്ക് ജനറൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം, ഉണ്ടെന്ന് നമ്മൾ യെസ് എന്ന് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിലൊക്കെ കൊടുത്ത് നമ്മൾ OTP ഒക്കെ വെച്ച് വെരിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫില്ല് ചെയ്ത് പ്രൊഫൈൽ 100% ആക്കണം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അങ്ങനെ ചെയ്തവരാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ചെയ്തിട്ട്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നാപ്സിലും ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നാപ്സിലും ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കണമെന്ന് സാരം. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ അതിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഡീറ്റെയിൽ ഒക്കെ ആഡ് ചെയ്യണം. പ്രോപ്പറായിട്ട് 100% നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ ഈ നാപ്സിൽ ചെയ്തവർ നാപ്സിൻ്റെയും നാപ്സിൽ ചെയ്തവർ നാപ്സിൻ്റെയും പ്രൊഫൈലിൽ കയറി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിൽ വരിക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് NHPCയുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ആക്ച്വലി അപ്ലൈ ചെയ്യേണ്ടത് NHPCയുടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലിക്കേഷൻ ഫോം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ NHPCയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അപ്ലിക്കേഷൻ പോർട്ടൽ NHPC റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ ഓപ്പൺ ആയി വരും. അങ്ങനെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് കാണാം ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന് കാണാം. അതിൻ്റെ താഴെ ഓൾറെഡി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലോഗിൻ ചെയ്യുന്ന പോലെയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സേവ് ചെയ്ത് അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന രീതിയാണത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ അപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളുണ്ടാകും, ജസ്റ്റ് നമ്മൾ പ്രൊസീഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഈ ഒരു പേജിലേക്ക് വരും. അപ്ലൈ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളുണ്ട്, ജസ്റ്റ് റീഡ് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് കൊടുക്കാം. വീണ്ടും അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന അപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കുന്നത് നമ്മളോട് ഏത് യൂണിറ്റിലാണ് നമുക്ക് താല്പര്യം എന്നാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മളതിൽ അവിടെ തന്നിരിക്കുന്ന ഏത് യൂണിറ്റാണ് നോക്കിയിട്ട് നമ്മളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഏതാണ്, ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് ആണോ ITI ആണോ, ഏതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ മിഡിൽ നെയിം ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ഇതൊക്കെ ഫില്ല് ചെയ്യുക. ദെൻ നമ്മളെ ഡൊമസൈൽ സ്റ്റേറ്റ്, നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, കേരള ആണെങ്കിൽ കേരള എന്നുള്ള സെലക്ട് ചെയ്യുക അതിൽ. ഓക്കെ, അതിന് ശേഷം നാഷണാലിറ്റി, പിന്നെ റിലീജിയൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ഫില്ല് ചെയ്ത് പോരേണ്ടത്. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് നമ്മൾ പോയിട്ട് ഇതിലേക്ക് ഫോട്ടോ മറ്റേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ല, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാണ്ട് അങ്ങനെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. യാതൊരുവിധ അപേക്ഷ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ബാക്കി നമ്മൾ പറഞ്ഞ് നിർത്തി എവിടെയായിരുന്നു എന്ന് വെച്ചാൽ അത് ഇതിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സിൽ, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ എന്താണ് ഈ പറയുന്ന നാറ്റ്സിൽ NATS നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ. ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യേണ്ട, അതായത് NHPCയുടെ ഇപ്പോൾ നമ്മൾ കാണിച്ചില്ല NHPCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യണം. അതാണ് അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പായിട്ട് 2 സ്റ്റെപ്പ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ NHPCയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ അപ്രൻറ്റീഷിപ്പ് പോർട്ടലിൽ, അതായത് നാറ്റ്സിലോ അല്ലെങ്കിൽ നാപ്സിലോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ആ ഒരു എന്താണ് കോപ്പി അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എൻറോൾമെൻറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യാം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ NHPCയുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സ്കാൻഡ് കോപ്പീസാണ്. പിന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫിന് വേണ്ടി അപ്ലോഡ് ചെയ്യാം. പിന്നെ SC/ST OBC ഒക്കെ ആണെങ്കിൽ സെൻട്രൽ പർപ്പസിൻ്റെ തിരക്കുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ റീസെൻ്റ് ആയുള്ള കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ,
അങ്ങനെ ഫൈനലി നമ്മുടെ അപേക്ഷയൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഇവർ സെലക്ട് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് NHPCയുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യും. പിന്നെ നമുക്ക് മെയിൽ വഴി നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് NHPCയുടെ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഞാൻ വീഡിയോ ചെയ്യുന്ന അതേ സെയിം ഡേ ആണ്. 11/7/2025 മുതൽ നിങ്ങൾക്ക് 11/8/2025 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 11/8/2025 ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. താങ്ക്